നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യവും ചൂതാട്ടവുമാണ്. ഇതിലൂടെ ഒരു സംസ്ഥാനത്തെ ചലിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം നയങ്ങളാണ് തിരുത്തപ്പെടേണ്ടത്. ഈ നയങ്ങൾ തിരുത്തുക എന്നത് ഭരണകൂടത്തിനും ഭരിക്കുന്നവർക്കും അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അതിനെ പരിഹരിക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അല്പം സമയമെടുത്തിട്ടാണെങ്കിലും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഇതിനെക്കുറിച്ച് ബോധനം ആരായിക്കൊണ്ട് അത്തരം ഭരണകൂടങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവസരങ്ങൾ വരുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ അവന്റെ അധികാരമാണ് വോട്ട് നൽകുക എന്നത്. അത്തരം അവസരങ്ങളിൽ ചങ്കൂറ്റത്തോടു കൂടി പറയാൻ സാധിക്കണം, മദ്യത്തെയും ലഹരിയെയും ഒരു പുതുതലമുറയെ മുഴുവൻ നശിപ്പിച്ച് കിടത്തുന്ന ഇത്തരം എല്ലാ പ്രവണതകളോടും അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരെ ആ രൂപത്തിൽ അകറ്റി നിർത്തുക എന്നത് അതൊരു പോരാട്ടമായി പ്രഖ്യാപിക്കാൻ സാധിക്കണം. അപ്പോഴേ സമൂഹത്തിൽ അതിന്റെ മാറ്റം വരികയുള്ളൂ. ഒരു ഭാഗത്ത് അത്തരം നിയമങ്ങൾ കൊണ്ടുവരികയാണ്, നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മദ്യവിൽപ്പന അബ്കാരികൾക്ക് വേണ്ടി വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ തന്നെ രൂപപ്പെടേണ്ടതുണ്ട്. മുജാഹിദ് യുവജന പ്രസ്ഥാനം ഈ ഒരു ക്യാമ്പയിൻ വെറുതെ പ്രഖ്യാപിച്ചതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമായ പ്രവർത്തനം എന്ന രൂപത്തിൽ ഏറ്റെടുത്തതല്ല. ഇതിനൊരു ഫലമുണ്ടാക്കണം എന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് ISM ഈ ഒരു പ്രമേയം സ്വീകരിച്ചിട്ടുള്ളതും നല്ല കേരളം പദ്ധതി എന്നതിന് നാമകരണം ചെയ്തിട്ടുള്ളതും. ഇതിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭാവി തലമുറയെ സുരക്ഷിതമാക്കുന്ന രൂപത്തിൽ ഇതിന്റെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ കുടുംബവും അതുപോലെ തന്നെ ക്യാമ്പസുകളും ഒക്കെ തന്നെ സുരക്ഷിതമാകുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിലാണ് ISM ഈ ഒരു ക്യാമ്പയിനുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ളതാണ്. അടുത്ത ദിവസം തന്നെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. എടുത്തുമാറ്റിയ പഞ്ചായത്ത് രാജ് ആക്ടിലെയും നഗരപാലികാ നിയമത്തിലെയും പരിഷ്കരണങ്ങൾ എടുത്തൊഴിവാക്കിയതിനെ തിരിച്ചു ചേർക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം. ജനജാഗ്രതാ സമിതികളെ രൂപീകരിക്കണം. ഇതൊരു സാമൂഹികമായ ദുരന്തമാണ്. ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുടുംബം മാത്രമോ അല്ല അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. സമൂഹം മുഴുവൻ അതിന്റെ ദാരുണമായ ദുരന്തമുഖത്താണ് നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സജീവമായി ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെതിരെ നാം നടത്തുന്ന വാഹന പ്രചാരണവും ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ജനകീയ ഒപ്പുശേഖരണമുണ്ട്. കേരളത്തിലെ മുഴുവൻ പൗരന്മാരെ കൊണ്ടും ഇതിനനുകൂലമായി നിലപാടെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നൽകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒരു മാറ്റമുണ്ടാക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണങ്ങളിലൂടെ നമ്മുടെ കയ്യിലുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചാൽ ഇത്തരം നയങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടി വരും. അങ്ങനെ പിന്തിരിഞ്ഞെങ്കിലേ ഇപ്പോൾ എത്തിയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ നമുക്ക് പരിവർത്തിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനൊരു ഫലമുണ്ടാകണം എന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ലൈഫ് എന്ന മെസ്സേജ് എക്സിബിഷൻ പാലക്കാട് ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ അവസാനിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ആ എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ആ എക്സിബിഷനിൽ കയറുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അതിന്റെ ആ ഒരു സ്വാധീനം അനുഭവിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ തിരിച്ചറിയുകയാണ്. അത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിലൊരു മാറ്റം